ഗലാത്യലേഖനം 5-ാം 5-6 തിരുവചനങ്ങളിലെ വിശ്വാസത്താൽ രക്ഷ പ്രാപിക്കുമെന്ന വേദഭാഗം വെളിപ്പെടുത്തുന്ന മർമ്മങ്ങൾ 2-ാം ഭാഗം. നീതീകരണം എന്നത് പാപമോചനമാണ്. 7. യേശു ദൈവപുത്രനെന്ന് വിശ്വസിച്ച് മാമോദീസ അഥവാ സ്നാനമേൽക്കുന്നവർ പാപമോചനത്തിന് അഥവാ നീതീകരണത്തിന് യോഗ്യരാകും. 8. യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവർ പാപമോചനം അഥവാ നീതീകരണം പ്രാപിച്ച് നിത്യജീവൻ്റെ ആദ്യപടിയായ രക്ഷയിലേക്ക് പ്രവേശിക്കുവാനായി കരുണാമയനായ ദൈവം കൽപ്പിച്ചു നൽകിയ വഴിയാണ് സ്നാനം. 9. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ പ്രാപിക്കുന്ന വെള്ളത്താലുള്ള സ്നാനം ആത്മാവിനാലുള്ള സ്നാനത്തിലേക്കുള്ള വഴി തുറക്കുന്നു. 10. ആത്മാവിനാലുള്ള സ്നാനം സ്നാനാർത്ഥിയുടെ യോഗ്യതയാലല്ല, മറിച്ച് രക്ഷകർത്താവിൻ്റെ ദാനമാകയാൽ അവിടുത്തെ കരുണയാലാണത് ലഭിക്കുന്നത്. 11. സ്നാനത്തിലൂടെ വിശ്വാസി ആദമും പഴയ നിയമജനതയും തള്ളിക്കളഞ്ഞ സത്യേക ദൈവത്തെ, സൃഷ്ടിതാവും രക്ഷിതാവുമായവനെ സ്വന്തം കർത്താവും അഥവാ അപ്പനും രാജാവുമായി മാമോദിസയിലൂടെ അംഗീകരിക്കുകയാണ്, സ്വീകരിക്കുകയാണ്. 12. നീതീകരിക്കപ്പെട്ട് രക്ഷയിലേക്ക് പ്രവേശിച്ച വ്യക്തി പ്രായഭേദമന്യേ അവിടുത്തെ രാജ്യമായ ദൈവരാജ്യത്തിലും ദൈവഭരണത്തിന് കീഴിലേക്കും പ്രവേശിക്കുന്നു. 13. ഇനിയും സ്നാനം സ്വീകരിച്ചയാൾ ജഡിക മനുഷ്യനല്ല, മറിച്ച് ആത്മീക മനുഷ്യനാണ്. 14. ആത്മീക മനുഷ്യൻ ദൈവത്തിൻ്റെ ആത്മാവിനാലാണ് നയിക്കപ്പെടുന്നത്. മനുഷ്യൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവുമായി നിരന്തരം സമ്പർക്കത്തിലായിരിക്കും. കനോട്ട് ബി കോണ്ടാക്റ്റഡ് നൗ, ഔട്ട് ഓഫ് കവറേജ് ഏരിയ എന്നീ സ്വരങ്ങൾ നമ്മുടെ ആത്മാവിൽ നിന്നും ഇനിയും ഉണ്ടാകാതിരിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.